ഹായ്. അപ്പം നമുക്കിന്ന് ഫിസിക്സിലെ ചാപ്റ്റർ 10 ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷനെ പറ്റി പഠിക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്സിൻ്റെ 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നേരത്തെയുള്ള വീഡിയോകൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം, ഞാൻ നിങ്ങൾക്ക് എല്ലാം ക്വസ്റ്റ്യൻ ആൻസറുകൾ എക്സ്പ്ലെയിൻ ചെയ്താണ് ചാപ്റ്ററിനെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതും അങ്ങനെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളും ചേർത്താണ് ഞാൻ ചാപ്റ്ററുകളെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചാപ്റ്റർ 10 ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ പഠിക്കാം. ഇതിനകത്ത് ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ ഡിഡക്റ്റഡ് പോർഷനായിട്ട് നിങ്ങൾക്കുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പഠിക്കേണ്ടത് വലിയ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുകളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ സ്കൂളിൻ്റെ ഇടയ്ക്കുള്ള പരീക്ഷയിൽ സബ്ജക്റ്റീവ് അവരുടെ ഇഷ്ടത്തിനാണ് അവരിടുന്നത് എങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ അതിലേക്ക് പോവാം. അപ്പോൾ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പം തന്നെ റിഫ്രാക്ഷനും ഏതെങ്കിലും ടൈപ്പ് ലെൻസിൽ നടക്കുകയുള്ളൂ. അപ്പം നമ്മൾ പവർ ഓഫ് ലെൻസാണ് പഠിക്കുന്നത്. മിററുണ്ട്, ലെൻസുണ്ട്, യൂസ് ഓഫ് കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസുണ്ട്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ലാസ് ഉണ്ട്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ലാസ് ഉണ്ട്, ഫോർമുല ഫോർ ഫോക്കൽ ലെങ്ത് ഉണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മാഗ്നിഫിക്കേഷൻ. ഇത്രയുമാണ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ ടൈറ്റിലുകളും ഒക്കെ പഠിക്കണം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്, ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരാം. ഇൻട്രൊഡക്ഷൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ തന്നെ തുടങ്ങി നമുക്ക് ചാപ്റ്റർ മുന്നോട്ടങ്ങ് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇതിനകത്ത് കുറേ പിക്ചറൊക്കെ ഉണ്ട്. പിക്ചർ കാണിച്ച് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് അതെന്ത് റേസ് ആണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വരും. അപ്പോൾ അത് മറക്കണ്ട. NCERT ബുക്സ് ഈ എല്ലാ കോർണറും വൃത്തിയായി വായിക്കണം. വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏതെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സപ്പോർട്ടിങ് എയ്ഡിൻ്റെ സഹായത്തോടെ നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. When light falls on a body, it may be absorbed, may be transmitted, or light may get reflected back to the same media. നമ്മുടെ ഒരു ലൈറ്റ് ഒരു ബോഡിയിൽ ലൈറ്റ് വീണാൽ എന്ന് വെച്ചാൽ, ഇന്ന് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഒരു ഭിത്തിയിലോട്ടോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ടോ ലൈറ്റ് അടിച്ചു. ഒരു ബോഡിയിൽ ലൈറ്റ് ഫോളോ ചെയ്താൽ ഒന്നുകിൽ അത് ട്രാൻസ്മിറ്റഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബൗൺസ് ബാക്കായിട്ട് സെയിം മീഡിയത്തിലേക്ക് തിരിച്ചു തരാം. ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിലൂടെ കടന്നു പോകാം. സംടൈംസ് ട്രാൻസ്മിഷൻ നടക്കാം, സംടൈം റിഫ്ലക്റ്റഡ് ബാക്ക് നടക്കാം, തിരിച്ചു വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് അബ്സോർബ് ചെയ്യാം. ഇനി എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് എ ബൗൺസിങ് ബാക്ക് ഓഫ് ദ ലൈറ്റ് റേസ് ഇൻ ദ സെയിം മീഡിയം. സെയിം മീഡിയത്തിലൂടെ ലൈറ്റ് ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ ഓഫ് എ ലൈറ്റ്. അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് ലാസ് ഓഫ് റിഫ്ലക്ഷൻ. 10.1 റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് കിടപ്പുണ്ട്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ബൗൺസിങ് ബാക്ക് ഓഫ് ദ ലൈറ്റ് റേസ് ഇൻ ദ സെയിം മീഡിയത്തിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ലാസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? ദ ഇൻസിഡൻറ്റ് റേ, the reflected ray, the normal, all lie in the same plane at the point of a incidence. എന്ന് വെച്ചാൽ ദ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമൽ റേയും എല്ലാം എവിടെയാണ്? സെയിം പ്ലെയിൻസ് ഓഫ് പോയിൻറ്റ്സിലാണ് പാത്ത് ചെയ്യുന്നത്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലാക്ഷൻ. അപ്പം ഇൻസിഡൻസിൻ്റെ ആംഗിളിന് ഈക്വൽ ആയിരിക്കും റിഫ്ലാക്ഷൻ്റെ ആംഗിൾ എന്നാണ് 1ഉം 2ഉം പറയുന്നത്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ദ ഇൻസിഡൻറ്റ് റേ, ദ നോർമൽ റേ, ദ റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ്. ഇതെല്ലാം പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ്
റിഫ്ലക്ഷൻ എന്നുമാണ് എന്ത് ലാസ് ഓഫ് റിഫ്ലക്ഷൻ്റെ എക്സ്പ്ലനേഷൻ. ഇതിവിടെ വേറൊരു രീതിയിൽ കിടപ്പുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് റിയൽ ഇമേജ് എന്നാണ്. എന്താണ് റിയൽ ഇമേജ്? റിയൽ ഇമേജ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ ദ റേസ് ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷൻ. റിഫ്ലക്ഷനോ റിഫ്രാക്ഷനോ ശേഷം ലൈറ്റിൽ നിന്ന് റേ ഒബ്റ്റെയിൻ ചെയ്ത് ആക്ച്വലി മീറ്റ് അറ്റ് എ സെയിം പോയിന്റ്. ഇത് രണ്ടും എന്തായിരിക്കും? സെയിം പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ക്യാൻ ബി സീൻ വിത്ത് ദ ഐസ്. അപ്പം നമ്മൾ അതൊരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യുകയും നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. അതിനെ പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു റേസ്, ഒരു ലൈറ്റ് റേസ് റിഫ്ലക്ഷനോ റിഫ്രാക്ഷനോ ചെയ്ത് കഴിയുമ്പം അതെന്ത് ചെയ്തും ആക്ച്വൽ സെയിം പോയിന്റിൽ മീറ്റ് ചെയ്യും. സെയിം പോയിന്റിൽ മീറ്റ് ചെയ്താൽ എന്താണ് അതിൻ്റെ റിസൾട്ട്? ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ക്യാൻ ബി സീൻ വിത്ത് ദ ഐസ്. ആ സ്ക്രീനിനെ നമുക്ക് സെയിം പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് ഒബ്റ്റെയിൻ ആവും? കറക്റ്റ് വിഷൻ ഒബ്റ്റെയിൻ ആവും. അതിനെയാണ് പറയുന്നത് എന്ത്? റിയൽ ഇമേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെർച്വൽ ഇമേജ് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ വെർച്വൽ ഇമേജ്? റിയൽ ഇമേജിൽ നിന്ന് എന്താണ് വെർച്വൽ ഇമേജിന് വ്യത്യാസമുള്ളത്? Virtual image forms when ray of light do not actually meet but appear to meet when produced backwards. It cannot be obtained on the screen. Virtual image എന്താണ് പറ്റുന്നത്? അത് രണ്ടും എന്ത് മീറ്റ് ചെയ്യില്ല. റേ ഓഫ് ലൈറ്റ് ഡു നോട്ട് ആക്ച്വലി മീറ്റ് ആണ്. ഓക്കെ, അപ്പം ബട്ട് അപ്പിയർ ടു മീറ്റ് വെന്നെ പ്രൊഡ്യൂസ്ഡ് ബാക്ക്വേഡ്. അത് ബാക്ക്വേഡ് പ്രൊഡ്യൂസിലൂടെ ആണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യില്ല? മീറ്റ് ചെയ്യുകയും ചെയ്യില്ല. ഇറ്റ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ അപ്പം റിയൽ ഇമേജിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അതിനെയാണ് ബ്ലറായിരിക്കും. അതിനെയാണ് വെർച്വൽ ഇമേജസ് എന്ന് പറയുന്നത്. ഇമേജ് എന്ന് വെച്ചാൽ പ്ലെയിൻ മിററിനകത്ത്, നമ്മളൊരു പ്ലെയിൻ മിററിനകത്ത് നമ്മൾ അതിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ, നിങ്ങൾ മിററിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഓബ്ജക്റ്റായ നിങ്ങൾ പുറത്തും മിററിൻ്റെ ആ പ്ലെയിൻ മിറർ കണ്ണാടിയായിട്ട് സങ്കല്പിച്ചാൽ നിങ്ങളുടെ ഇമേജ് എവിടെയായിരിക്കും? നിങ്ങളുടെ ആ റിയൽ ഇമേജ് ആ കണ്ണാടിയുടെ അപ്പുറത്തെ സൈഡിലായിരിക്കും. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നില്ല? ഐഡൻറ്റിഫൈ ചെയ്യാതെ റഫായിട്ട് നമ്മൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് നോക്കിയാൽ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാൻ പറ്റും നമ്മുടെ ഇമേജ് അതിനകത്താണ്, അതിൽ ആ ഗ്ലാസിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. അതിനെയാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ വെർച്വൽ ഇമേജിനകത്ത് ഇത് സംഭവിക്കില്ല. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഇമേജ്. ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്? അപ്പം ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇമേജ് എപ്പോഴും ഒന്നുകിൽ വെർച്വൽ ആൻഡ് എറക്റ്റ് ആയിരിക്കും. സൈസ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു റിയലിനകത്ത് വെർച്വൽ ആൻഡ് എറക്റ്റ് ഇമേജ് വരും. സൈസ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇമേജ് ഈസ് ഫോംഡ് ആസ് ഫാർ ആസ് ബിഹൈൻഡ് ദ മിറർ ആസ് ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അപ്പം ഇമേജ് ഈസ് ഫോംഡ് ആസ് ഫാർ ആസ് ബിഹൈൻഡ് ദ മിറർ. മിററിൻ്റെ പുറകിലായിട്ട് ആ ഒബ്ജക്റ്റ് മുന്നിൽ നിൽക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എവിടെയായിരിക്കും? എപ്പോഴും മിററിൻ്റെ പുറകിലായിരിക്കും ഫോം ചെയ്യുന്നത്. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നോക്കിയാൽ മതി, നിങ്ങൾ നിൽക്കുന്നത് എവിടെയാണ്, മിററിൻ്റെ ഗ്ലാസ് എവിടെയാണ്, മിററിൽ നിങ്ങളെ കാണുന്നത് എവിടെയാണെന്ന്. അപ്പം ഈ സംശയം ഒഴിവാകും. ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പം ലാറ്ററലി ഇൻവേർട്ടഡ് എന്താണ്? നമ്മളെ എങ്ങനെയാണോ നമ്മുടെ ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളെ അതിനകത്ത് കാണുന്നത്. ഇനി നമ്മൾ പറയാൻ പോകണേ എന്താണ് അപ്പോൾ ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ? ലാറ്ററൽ ഇൻവേർഷൻ ഞാൻ പറഞ്ഞുതരാം. ദ ഫിനോമിനൻ ഡ്യൂ ടു വിച്ച് ദ ലൈറ്റ് സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അപ്പിയർ ആസ് ലെഫ്റ്റ് ആൻഡ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അപ്പിയർ ആസ് റൈറ്റ്. അപ്പോൾ എന്താ? ലെഫ്റ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാം. ദ ഇമേജ് ഇൻവേർട്ടഡ് സൈഡ് വേ ആണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നമ്മളുടെ കണ്ണാടി നോക്കിയിട്ട് നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മളൊരു സ്പെറിക്കൽ മിററിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ലാറ്ററൽ ഇൻവേർഷൻ മനസ്സിലായോ? ദ ഫിനോമിനൻ ഡ്യൂ ടു വിച്ച് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അപ്പിയർ ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അപ്പിയർ റൈറ്റ്.
റൈറ്റ് സൈഡിലെ ഒബ്ജക്റ്റ് ലെഫ്റ്റിലും ലെഫ്റ്റ് സൈഡിലെ ഒബ്ജക്റ്റ് റൈറ്റിലും അപ്പിയർ ചെയ്യുന്ന ഫിനോമിനനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളിതാ 10.2-നകത്തെ സ്പെറിക്കൽ മിററിലേക്ക് നമുക്ക് പോവാം. ഇതാ ഇവിടെ ഒരു കോൺകേവ് മിററും കോൺവെക്സ് മിററും തന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് അവർക്ക് എപ്പോഴും കോൺകേവ് മിററും കോൺവെക്സ് മിററും കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ്. അപ്പം ഈ കോൺകേവ് എന്ന് പറയുമ്പം തന്നെ നമ്മുടെ കൈ ഇങ്ങനെ മടക്കി പിടിച്ചാൽ ഒരു പാമ്പിൻ്റെ ഹുഡ് പോലെ ഇങ്ങനെ മടക്കി പിടിച്ചാൽ ഈ കേവ് പോലുള്ള സ്ഥലം നമ്മുടെ കൈയുടെ വെള്ള അതാണ് കോൺകേവ്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്ഥലത്തിനെ റെപ്രസെൻ്റ് ചെയ്യാം കോൺവെക്സ് ആണ്. നമ്മൾ ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഇനി എന്താണ് സ്പെറിക്കൽ മിററിൻ്റെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എ സ്പെറിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് റീസ്ഡ് ഇൻവേഴ്സ് ഇൻ കോൺകേവ് മിറർ. ഒരു കോൺകേവ് മിററിനകത്ത് റീസിസ്ഡ് ഇൻവേർട്സ് ആണ് എന്ന് വെച്ചാൽ ഉള്ളിലേക്കാണ് എന്ത് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് ഇൻ എ കോൺവെക്സ് മിറർ. അടുത്തത് പറയുന്നത് ദ സ്പെറിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ബൾജ് ടുവേഴ്സ് ലൈറ്റ് സർഫസ് ഈസ് എ കോൺവെക്സ് മിറർ. അപ്പോൾ കോൺകേവ് ഉള്ളിലേക്കും കോൺവെക്സ് മിററിനകത്ത് പുറത്തേക്ക് ബൾജ് ചെയ്തുമാണ് നിൽക്കുന്നത്. ഇനി കോൺകേവ് മിറർ മോസ്റ്റ്ലി ഫോംസ് റിയൽ ഇമേജ്. എപ്പോഴും കോൺകേവ് മിററാണ് റിയൽ ഇമേജിനെ മോസ്റ്റ്ലി ഫോംസ് ആണ് കേട്ടോ. അവിടെ ഞാനൊരു വാക്ക് പറഞ്ഞു, ഇറ്റ്സ് മോസ്റ്റ്ലി ഫോംസ് റിയൽ ഇമേജ്. കോൺകേവ് മിറർ ആൾമോസ്റ്റ് ഓൾ ദ ടൈമിലും റിയൽ ഇമേജിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ തലകുത്തിയുള്ള ഇമേജ് അല്ല, നേരെയുള്ള ഇമേജുകൾ ചെയ്യും. വിച്ച് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ. കോൺകേവ് മിററുകളാണ് സ്ക്രീനിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. കോൺവെക്സ് മിറർ ആൾവേസ് ഫോം എ വെർച്വൽ ഇമേജ്. കോൺവെക്സ് മിറർ വെർച്വൽ ഇമേജുകളെയാണ് ഫോം ചെയ്യുന്നത്. വിച്ച് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ കോൺവെക്സ് മിററുകൾ സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യില്ല. ഇനി ഡിഫറൻറ്റ് ബിറ്റ്വീൻ എ പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ വിത്തൗട്ട് ടച്ചിങ് ദം. നമുക്കൊരു കോൺവെക്സ് മിറർ ഇത് ഞാൻ പറഞ്ഞു തരുവാണ്. ഇത് ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റാണ്. എങ്ങനെയാണ് നിങ്ങളൊരു കോൺകേവ് മിററിനെ, കോൺവെക്സ് മിററിനെ, പ്ലെയിൻ മിററിനെ ടച്ച് ചെയ്യാതെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇൻ ദ ഫോംഡ് ഇമേജ് ഇൻ എറക്റ്റ് ഓഫ് ദ സൈസ് ആൻഡ് ഈക്വി ഡിസ്റ്റൻസ് ആസ് ദ ഒബ്ജക്റ്റ് ദെൻ ഇറ്റ് ഈസ് എ പ്ലെയിൻ മിറർ. എന്ന് വെച്ചാൽ ഇഫ് ദ ഫോംഡ് ഇമേജ് ഈസ് എറക്റ്റ് എന്ന് വെച്ചാൽ അപ്രൈറ്റ്, സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ നമ്മളായിട്ട് തന്നെ ഏതെങ്കിലും ഒരു ഇതിൽ കാണുവാണെങ്കിൽ സെയിം സൈസിലും ഈക്വൽ ഡിസ്റ്റൻസിലും ഒബ്ജക്റ്റിൻ്റെ അതേ ഡിസ്റ്റൻസിൽ തന്നെ കണ്ണാടിയുടെ അപ്പുറത്ത് നമ്മൾ എത്ര ദൂരെ കണ്ണാടിയിൽ നിന്ന് നമ്മൾ എത്ര ദൂരെ നിൽക്കുന്നോ അത്രയും ദൂരെയായിരിക്കും കണ്ണാടിയുടെ അപ്പുറത്ത് നമ്മുടെ ഇമേജ് നിൽക്കുന്നത്. അപ്പം നമ്മൾ കണ്ണാടിയിൽ നിന്ന് മുന്നോട്ടും പുറകോട്ടും നിങ്ങൾ നീങ്ങി നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. നിങ്ങൾ എത്ര സ്റ്റെപ്പ് പുറകോട്ടാണോ കണ്ണാടിയുടെ നിൽക്കുന്നത് അപ്പോൾ കണ്ണാടിയുടെ അകത്ത് നിങ്ങളെ കാണുന്ന അത്രയും സ്റ്റെപ്പ് പുറകിലായിരിക്കും. മനസ്സിലായോ? അതാണ് പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് പ്ലെയിൻ മിററിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. പ്ലെയിൻ മിററിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? നമ്മുടെ ഇമേജ് എറക്റ്റ് ആയിരിക്കും. എറക്റ്റ് മീൻസ് അപ്രൈറ്റ് ആയിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും, ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഇതാണ് പ്ലെയിൻ മിറർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇഫ് ദ ഫോംഡ് ഇമേജ് ഈസ് എറക്റ്റ് ബട്ട് സ്മോളർ ഇൻ സൈസ് then it is a convex mirror. അപ്പം കോൺവെക്സ് മിററിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എറക്റ്റ് ആയിരിക്കും, അപ്രൈറ്റ് ആയിരിക്കും, സ്ട്രെയിറ്റും ആയിരിക്കും, ബട്ട് സ്മോളർ സൈസിലായിരിക്കും. അപ്പോൾ അതെന്താണ്? നമ്മുടെ ആക്ച്വൽ സൈസിൽ നിന്നും സ്മോൾ ആയിരിക്കും ലെൻസിനകത്ത് നമ്മുടെ സൈസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നാണ്. ഇനി ഇഫ് ദ ഫോംഡ് ഇമേജ് ഈസ് എറക്റ്റ് ബട്ട് സ്മോളർ ഇൻ സൈസ് ദെൻ ഇറ്റ് ഈസ് എ കോൺവെക്സ് മിറർ എന്ന് ഞാൻ പറഞ്ഞു. ഇഫ് ദ ഫോംഡ് ഇമേജ് ഈസ് എറക്റ്റ്, റിയൽ ആൻഡ് മാഗ്നിഫൈഡ് വെൻ ദ മിറർ ഈസ് ക്ലോസ് ടു ദ ഒബ്ജക്റ്റ് ദെൻ ഇറ്റ് ഈസ് എ കോൺകേവ് മിറർ. അപ്പം നമ്മൾ ഇതിനകത്ത് ചെന്നാൽ ചിലപ്പോൾ കണ്ടില്ലേ നമ്മൾ മുഖമൊക്കെ ഇങ്ങനെ വലിയതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളതിനെ കോൺകേവ് മിറർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞേ, കോൺകേവ് മിററിനകത്ത് ഇമേജ് എറക്റ്റും റിയലും മാഗ്നിഫൈഡും ആയിരിക്കും. പിന്നെന്താണ്, മിററിനോട് എപ്പോഴും ഒബ്ജക്റ്റ് ഭയങ്കര ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കില്ല. ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കത്തില്ല ഇമേജ് ഇരിക്കുന്നത്. എപ്പോഴായിരിക്കും?
കോൺവെക്സ് മിററിനകത്ത് കോൺകേവ് മിററിനകത്ത് എപ്പോഴും ക്ലോസ് ആയിട്ടായിരിക്കും ഇമേജ് ഇരിക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ, മൂന്നും തമ്മിൽ നമ്മൾ വിത്തൗട്ട് ടച്ചിങ്ങിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് വേറൊരു ടോപ്പിക്ക് പഠിക്കാം. Solar concentrators use huge concave mirror to focus large amount of solar energy, thereby producing high temperature condition in a solar power plant. അപ്പോൾ സോളാർ കോൺസെൻട്രേറ്റ്, സോളാർ എനർജിക്ക് വേണ്ടി ഏറ്റവും ഹ്യൂജ് കോൺകേവ് മിററാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ സോളാർ പാനലില്ലേ, അപ്പോൾ അതിനകത്തെ ലെൻസ് എന്താണ്, കോൺകേവ് ലെൻസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് ഇമേജുകളെ എന്താണ് അടുത്താണ് കാണുന്നത്. അപ്പം ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഹ്യൂജ് എമൗണ്ട് ഓഫ് സോളാർ ടെമ്പറേച്ചർ അത് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് സോളാർ പവർ പ്ലാന്റ്സുകളിൽ കോൺകേവ് മിറർ യൂസ് ചെയ്യാനുള്ള കാരണം, concave mirror to focus large amount of solar energy, thereby producing high temperature condition in a solar power plant. അതുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടും കോൺകേവ് ലെൻസാണ് സോളാർ പവർ പ്ലാന്റ്സുകളിൽ യൂസ് ചെയ്യുന്നത്. ദ ഹൊറിസോണ്ടൽ ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് എ curvature and pole of the spherical mirror is known as a principal axis. ഇനി ഇതാണ്ട് ഇതിനകത്തത്തെ ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ വിട്ടുപോയതാണ്. സ്പെറിക്കൽ in a center of the reflecting surface of a spherical mirror is called the pole of the mirror. അപ്പം ഈ സെൻറ്ററിൽ എവിടെയാണ് റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ അല്ലെങ്കിൽ സ്പെറിക്കൽ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസോൾ സെൻറ്ററിനെ പറയുന്ന പേരാണ് പോൾ ഓഫ് ദ മിറർ. അറ്റ് ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ പി. എപ്പോഴും ഈ കോൺകേവിൻ്റെ ആയാലും കോൺവെക്സിൻ്റെ ആയാലും റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്ററിനെ, സ്പെറിക്കൽ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിലുള്ള സെൻറ്റർ പൊസിഷനെ പറയുന്ന പേരാണ് പോൾ. അത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ദ ഹൊറിസോണ്ടൽ ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ ഓഫ് ദ സ്പെറിക്കൽ മിറർ ഈസ് നോൺ ആസ് എ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഇതിന് നടുക്കൂടെ കയറി പോകുന്ന ലൈനിനെ, ഹൊറിസോണ്ടൽ ലൈനിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറഞ്ഞേ, എന്താണ് പോള്, എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ്. ലൈൻ കയറി പോകുന്ന ഹൊറിസോണ്ടൽ ലൈൻസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് എ കർവേച്ചർ ആൻഡ് പോൾ ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് നോൺ ആസ് principal axis, and the center of reflecting surface of a spherical mirror is called pole of the mirror എന്ന് പറയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് the center of curvature of a spherical mirror is the center of the hollow sphere of glass of which is a spherical mirror is a part and is usually represented by C. ഇവിടെ കിടപ്പുണ്ട്. സി എന്ന് വെച്ചാൽ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെറിക്കൽ മിറർ ഇസ് ദ സെൻറ്റർ ഓഫ് ദ ഹോളോ സ്പിയർ ഓഫ് ഗ്ലാസ് ഓഫ് വിച്ച് ഈ സ്പെറിക്കൽ മിറർ ഈസ് എ പാർട്ട് ആൻഡ് ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ സി. നിങ്ങൾ ഇതിനകത്ത് സി കാണുന്നുണ്ടോ, അത് തന്നെയാണ് സി. ദ റേഡിയസ് ഓഫ് എ കർവേച്ചർ ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് ദ റേഡിയസ് ഓഫ് ദ ഹോളോ സ്പിയർ ഓഫ് എ ഗ്ലാസ് ഓഫ് വിച്ച് ദ സ്പെറിക്കൽ മിറർ ഈസ് ദ പാർട്ട് ആൻഡ് ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ ആർ. അപ്പോൾ ഒരു കോൺകേവ് മിററിൻ്റെ സെൻറ്ററിലൂടെ ഒരിത് പോയാൽ അതിൻ്റെ സെൻറ്റർ ലൈനെയാണ് പി എന്ന് പറയുന്നത് പോള്. പിന്നെ അതിൻ്റെ എഫ് ഫോക്കൽ ലെങ്ത്, പിന്നെ സി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചർ സി. അപ്പോൾ സി എന്ന് വെച്ചാൽ തുടക്കമാണ്, തുടക്കത്തിൽ നിന്നാണ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നത്. പിന്നെ റേഡിയസ് ഓഫ് എ കർവേച്ചർ ആറാണ്. The diameter of the reflection of a surface twice the radius is called aperture. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ അപ്പാർച്ചർ എന്ന് പറയുന്നത്. ദ ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പം റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഡയമീറ്റർ എപ്പോഴും ട്വൈസ് ദ റേഡിയസ് ആയിരിക്കും, റേഡിയസിൻ്റെ ഡബിൾ ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് അപ്പാർച്ചർ എന്ന് പറയുന്നത്. അപ്പം റേഡിയസ് ഓഫ് എ കർവേച്ചർ ആർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഫോക്കൽ ലെങ്ത് എഫ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താ, റേഡിയസ് ഓഫ് എ കർവേച്ചർ ആർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഫോക്കൽ ലെങ്ത് ഓഫ് എഫ്. ഫോക്കൽ ലെങ്ത് എന്ന് വെച്ചാൽ എഫ്.
അപ്പോൾ 2 × F എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് റൂൾസ് ഫോർ മേക്കിംഗ് റേ ഡയഗ്രാം ബൈ കോൺകേവ് മിറർ. കോൺകേവ് മിറർ മേക്ക് ചെയ്യുമ്പം എന്തൊക്കെ റൂൾസ് ഉണ്ടെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാനിവിടെ അപ്പോൾ ആദ്യത്തെ റൂൾ ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ ചുരുക്കി പറയാം. എ റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് വിൽ പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഒരു റിഫ്ലക്ഷന് ശേഷം എ റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് വിൽ പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ പാരലായിരിക്കും പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ടായിരിക്കുന്നത് എപ്പോൾ? ആഫ്റ്റർ റിഫ്ലക്ഷന് ശേഷം. അപ്പോൾ ആദ്യത്തേത് അതാണ്, എ റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. എപ്പോൾ എങ്ങനെ? വിൽ പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിനകത്തൂടെ കടന്നു പോകുമ്പം എപ്പോഴും റേ എന്തായിരിക്കും? പാരലായിരിക്കും പ്രിൻസിപ്പൽ ഫോക്കസ്. ആക്സിസിന് പാരലായിരിക്കും എപ്പോഴും പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ് ആദ്യത്തെ. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് രണ്ടാമത്തെ, എ റേ പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ വിൽ ബി പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഇനി അതെന്താ? എ റേ പാസിംഗ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ വിൽ ബി പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിരിക്കും എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ കോൺകേവ് മിററിലൂടെയുള്ള റേ പോകുന്നത്. എപ്പം? അതും ആഫ്റ്റർ റിഫ്ലക്ഷന് നല്ലതാണ്. അപ്പം റിഫ്ലക്ഷൻ പോലെ ആദ്യത്തേത് പാരലും രണ്ടാമത് ഫോക്കസും. ഇനി മൂന്നാമതെന്ന് പറയുന്നത്, എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ സെൻറ്ററിലൂടെ കടന്നു പോകുമ്പം സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് ദ സെയിം പാത്ത് ആസ് ഇറ്റ് ഈസ് നോർമലി ഇൻസിഡൻറ്റ് റേ. അപ്പം പാരലായിട്ടിരിക്കുമ്പോൾ എന്താ? പ്രിൻസിപ്പൽ ആക്സിസ് വിൽ പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഫസ്റ്റ്. ഇനിയിപ്പോൾ ഫോക്കസിലായിരിക്കുമ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ വിൽ ബി പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി തേർഡ്, സെൻറ്ററിലൂടെ കടന്നു പോകുമ്പം concave center of curvature of a concave mirror is reflected back along the same path is normally incident ray. അതാണ് മൂന്ന് ഇൻസിഡൻറ്റ് റേസിലൂടെ സെയിം പാത്തിലൂടെ തന്നെ അതെന്ത് ചെയ്യും? കടന്ന് പുറത്തേക്ക് പോകും. ഇവിടെ കിടപ്പുണ്ട്. ഇനി ഫോർത്ത് എന്ന് പറയുന്നത് a ray incident obliquely to the principal axis of a concave mirror is reflected obliquely making equal angle. അപ്പം നോക്കിക്കേ, നേരെ റേ പോളിനകത്ത് ചെന്ന് അടിച്ചിട്ട് എപ്പോഴാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത് പോലെ തന്നെ എന്ത് ചെയ്ത് അങ്ങോട്ട് രണ്ട് റേ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ദ റേ ഇൻസിഡൻറ്റ് ഒബ്ലിക്ലി ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് മിറർ ഈസ് റിഫ്ലക്റ്റഡ് ഒബ്ലിക്ലി മേക്കിംഗ് ഈക്വൽ ആംഗിൾ. അത് ഈക്വൽ ആംഗിളിനെ മേക്ക് ചെയ്യും. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇവിടെ ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് മിറർ ഓഫ് ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇതിന് മുന്നെയാണ് നമുക്കിത് NCERT ബുക്കിനകത്ത് ആദ്യമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിനെ വായിച്ച് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഞാൻ ഇത്രയും പറയുന്ന കേട്ടതിന് ശേഷം എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാവുമ്പം ഇമേജ് എവിടെയായിരിക്കും? ദ ഫോക്കസ് എഫിലായിരിക്കും അതിൻ്റെ ഇമേജിൽ. അപ്പോൾ സൈസ് ഓഫ് ഇമേജ് ഇൻഫിനിറ്റിയിൽ പൊസിഷൻ ഓഫ് ഇമേജും കഴിഞ്ഞു. അപ്പോൾ സൈസ് ഓഫ് ഇമേജ് ഇൻഫിനിറ്റിയിൽ എങ്ങനെയായിരിക്കും? ഹൈലി ഡിമിനിഷ്ഡ് പോയിൻ്റ് സൈസ്ഡ് ആയിരിക്കും. അപ്പം ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് ആയിരിക്കുമ്പം ഇമേജിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അങ്ങനെ നിങ്ങളിതാ ഇത് നോക്കി പഠിച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞു തരുന്നില്ല, ഈസി ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് വേഗം ഇത് മനസ്സിലായി. ഇൻഫിനിറ്റിയിലും ബിയോണ്ട് സിയിലും ബിറ്റ്വീൻ സി ആൻഡ് ഫോക്കൽ ലെങ്തിലും സെൻറ്റർ ഓഫ് കർവേച്ചറിലും സെൻറ്റർ ഫോക്കൽ ലെങ്തിലും പി ആൻഡ് എഫിലും പോളിലും ഫോക്കൽ ലെങ്തിലും ഒക്കെ എങ്ങനെയാണെന്ന് പഠിക്കാം. ഇനി മിറർ ഫോർമുല. ഇനി നമുക്ക് മിറർ ഫോർമുല നോക്കാം. മിറർ ഫോർമുല എന്ന് വെച്ചാൽ 1/u + 1/v = 1/f. അപ്പോൾ v എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്.
യു എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പം 1/u പ്ലസ് 1/v ഈസ് ഈക്വൽ ടു 1/f. അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസും യു ഓബ്ജക്റ്റ് ഡിസ്റ്റൻസും എഫ് ഫോക്കൽ ലെങ്തുമാണ്. ഇനി മാഗ്നിഫിക്കേഷൻ ഓഫ് എ സ്പെറിക്കൽ മിറർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ഇമേജ് ഇൻ ദ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇമേജിൻ്റെ ഹൈറ്റും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് അപ്പോൺ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പം ഇവിടെ എം എന്താ, ഇഫ് എം ഈസ് നെഗറ്റീവ് ഇമേജ് റിയൽ ആവും. അപ്പം എം നെഗറ്റീവിലാണെങ്കിൽ ഇമേജ് എന്താണ്, ഇമേജ് ഈസ് എ റിയൽ. എം ഈസ് ഈക്വൽ ടു എച്ച് ഇമേജ് അപ്പോൺ എച്ച് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു വി അപ്പോൺ മൈനസ് വി അപ്പോൺ യു എന്ന് ആയിട്ട് മാറും. വിയും യു എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, യു എന്ന് പറയുന്നത് ഇമേജിൻ്റെ വി എന്ന് പറയുന്നത് ഇമേജിൻ്റെ ഡിസ്റ്റൻസും യു എന്ന് പറയുന്നത് ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും ആണ്. ഇമേജിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസുകളാണ് വിയും യുവും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഇഫ് എം ഈസ് നെഗറ്റീവ് ആയാൽ ഇമേജ് റിയൽ ആവും. ഇഫ് എം ഈസ് പോസിറ്റീവ്, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയാൽ ഇമേജ് വെർച്വൽ ആവും. എം എന്ന് പറയുന്നത് എന്താണ്, മാഗ്നിഫിക്കേഷൻ ഓഫ് എ സ്പെറിക്കൽ മിറർ ഓഫ് എ മാഗ്നിഫിക്കേഷൻ ആണ് എമ്മിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എം കിട്ടുന്നത്. അപ്പോൾ എം പോസിറ്റീവ് ആയാൽ ഇമേജ് വെർച്വലും എം നെഗറ്റീവ് ആയാൽ ഇമേജ് റിയലുമായിട്ടിരിക്കും. അപ്പം ഞാൻ പറയാം, ഇഫ് എച്ച് ഇമേജ് ആയാൽ ഈസ് ഈക്വൽ ടു എച്ച് ഓബ്ജക്റ്റ്, ദെൻ എം ഈസ് ഈക്വൽ ടു 1 ആയാൽ ദാറ്റ് ഈസ് ഇമേജ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ആവും. മനസ്സിലായോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് എച്ച് ഇമേജ് വലുതായാൽ എച്ച് ഒബ്ജക്റ്റ് ചെറുതായാലും അപ്പോൾ എന്തായിരിക്കും, ഇമേജ് എൻലാർജ്ഡ് ആയിരിക്കും. ഇനി എച്ചിൻ്റെ ഇമേജ് ചെറുതും ഓബ്ജക്റ്റ് വലുതും ആയാൽ ഇമേജ് ഈസ് ഡിമിനിഷ്ഡ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ ഓഫ് എ പ്ലെയിൻ മിറർ ഈസ് ആൾവേസ് +1 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഇഫ് എം ഈസ് പോസിറ്റീവ് ആൻഡ് ലെസ് ദാൻ 1 ഇറ്റ് ഈസ് ദ, എന്ത് മിറർ ആയിരിക്കും, കോൺവെക്സ് മിറർ ആയിരിക്കും. പോസിറ്റീവിൽ ലെസ് ദാൻ 1ലാണ് അതിൻ്റെ കാൽക്കുലേഷൻ എങ്കിൽ കോൺവെക്സ് മിറർ ആയിരിക്കും. ഇഫ് എം ഈസ് പോസിറ്റീവ് ആൻഡ് മോർ ദാൻ 1 ആയി കോൺകേവ് മിറർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇഫ് എം ഈസ് നെഗറ്റീവ് ഇറ്റ് ഈസ് എം നെഗറ്റീവ് ആയാലും കോൺകേവ് മിറർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ദ ഫിനോമിനൻ ഓഫ് എ ചേഞ്ച് ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ് ഫ്രം ദ മീഡിയം ഓഫ് അനദർ ഈസ് കാൾഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇനി എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഫിനോമിനൻ ഓഫ് ചേഞ്ച് ഇൻ ദ പാത്ത് ഓഫ് എ ലൈറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് കയറുമ്പോൾ ലൈറ്റിൻ്റെ പാതകൾ ചേഞ്ച് ആവും. അതിൻ്റെ മീഡിയം ചേഞ്ച് ആവുന്നതിനനുസരിച്ച് പാത്ത് ഓഫ് എ ലൈറ്റ് വിൽ മീഡിയം ടു അനദർ കാൾഡ് ചേഞ്ച് ഓഫ് ദ പാത്ത്. പാത്ത് ചേഞ്ച് ആയാൽ എന്ത് ചെയ്യും? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാത്ത് ചേഞ്ച് ആവുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ദ ഫിനോമിനൻ ഓഫ് ചേഞ്ച് ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ ഈസ് കാൾഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. The angle formed between the incident ray and the normal is called angle of incidence. അപ്പോൾ angle of incidence എന്താ? The angle formed between the incident rayക്കും normal rayക്കും ഇടയ്ക്ക് ഫോം ആകുന്ന ആംഗിളുകളാണ് angle of incident, and the angle formed between the refracted ray and the normal ray is called angle of refraction. റിഫ്രാക്റ്റഡ് റേക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളിൻ്റെ ഫോർമേഷനാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദ കേസ് ഓഫ് റിഫ്രാക്ഷൻ ഈസ് ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ആസ് ഇറ്റ് ഗോസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. അപ്പം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് അത് കടക്കുമ്പോൾ അതിൻ്റെ സ്പീഡിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് റിഫ്രാക്ഷൻ കേസ് ഉണ്ടാകുന്നത്.
ഇനിയിപ്പോൾ ലാർജർ ദ ഡിഫറൻസ് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് ബിറ്റ്വീൻ ദ ടു മീഡിയ ക്രോസ് ദ ഇൻ്റർഫേസ് ദ ഗ്രേറ്റർ വിൽ ബി ദ ഡീവിയേഷൻ ആൻഡ് വോയിസ് വെസ. ഏതിനാണോ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ചേഞ്ച് വരാം, ഏത് ഡിഫറൻസിലൂടെയാണ് ലാർജർ വേവിൽ പോകുന്നത്, അപ്പം അതിനനുസരിച്ചുള്ള സ്മോളർ ഗ്രേറ്റർ ഡിഫറൻസുകൾ അതിൻ്റെ വേഗതയ്ക്കും ലൈറ്റിൻ്റെ വേഗതയ്ക്കും ഉണ്ടാകും. വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ റെയർ മീഡിയം ടു എ ഡെൻസർ മീഡിയം, റെയർ മീഡിയം എയറിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പം ഇറ്റ് ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ. അപ്പോൾ എന്ത് ചെയ്യും, നോർമലിൽ നിന്നും അത് ബെൻഡായി കാണപ്പെടും. ആൾസോ ദ angle of incidence is greater than the angle of refraction. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെക്കാട്ടിലും ഗ്രേറ്റർ വലുതായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പം ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ആംഗിളിന് ബെൻഡ് സംഭവിക്കും. പിന്നെ ഇനിയും പറയാനുള്ളത് അടുത്തത് ഇവിടെ ബെൻഡ് ചെയ്യുന്ന പിക്ചറുണ്ട്, പേജ് ഇത്. വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം, ഡെൻസറിൽ നിന്ന് എയറിലേക്ക് തിരിച്ചിട്ട് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ എന്തായിരിക്കും, ഇവിടെ കറക്റ്റായിട്ട് കിടപ്പുണ്ട്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കയറി ഗ്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് പോകുക. അത് കറക്റ്റായിട്ട് നോക്കിയാൽ അറിയാം എങ്ങനെയാണ് പോകേണ്ട വഴി, ഏതാണ്, എങ്ങനെയാണ് ബെൻഡ് ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ആൾസോ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ലെസ് ദാൻ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പം ഫസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പം അടുത്ത ടോപ്പിക്ക് അടുത്തതിനകത്ത് ഇടാം, ഇല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ. ഇത് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ അടുത്ത ടോപ്പിക്കാണ് റിഫ്രാക്ഷൻ ലെൻസ് ആൻഡ് പവർ ഓഫ് ലെൻസ്. ഇനി ലാസ് ഓഫ് റിഫ്രാക്ഷൻ ഉള്ളത്. അപ്പം ആദ്യത്തെ റിഫ്രാക്ഷൻ്റെ ഫസ്റ്റ് ലാ എന്ന് പറയുന്നത് ഇനി ലാസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ലാ, 2 ലാ ഉണ്ട് റിഫ്രാക്ഷന്. ഫസ്റ്റ് ലാ എന്ന് പറയുന്നത് ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ് ഓൾ ലൈൻ ഇൻ ദ സെയിം പ്ലെയിൻ. എല്ലാം സെയിം പ്ലെയിനിലായിരിക്കും. ലാ ഓഫ് റിഫ്രാക്ഷനകത്ത് റേസുകളെല്ലാം എന്തായിരിക്കും, സെയിം പ്ലെയിനിലായിരിക്കും. സെക്കൻഡ് ലാ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ സൈനും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ n = sin i ഇൻസിഡൻറ്റ് അപ്പോൺ sin r ആയിരിക്കുന്നു ഓഫ് ദ ലൈറ്റ് ഓഫ് എ ഗിവൺ കളർ ആൻഡ് ഫോർ ദ ഗിവൺ പെയർ ഓഫ് മീഡിയ. ദിസ് ലാ ഈസ് നോൺ ആസ് എ സ്നെൽസ് ലാ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ലാസ് ഓഫ് റിഫ്രാക്ഷൻ്റെ സെക്കൻഡ് ലായെ സ്നെൽസ് ലാ ഓഫ് റിഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. n = sin i അപ്പോൺ sin r. ഇനിയപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നത് റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഗിവൺ പെയർ ഓഫ് മീഡിയ. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഗിവൺ പെയർ ഓഫ് മീഡിയ. അപ്പം നമുക്ക് തന്നേക്കുന്ന മീഡിയ, ലൈറ്റ് പാസ് ചെയ്യുന്ന മീഡിയയിൽ ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം n = അപ്പോൾ n എന്ന് വെച്ചാൽ എന്താ, വെലോസിറ്റി ഓഫ് എ ലൈറ്റ് ഇൻ എ മീഡിയം 1 അപ്പോൺ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിഫ്രാക്ഷൻ്റെ സെക്കൻഡ് ലായെ സ്നെൽസ് ലാ ഓഫ് റിഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. n = sin i അപ്പോൺ sin r ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ മീഡിയം 1 അപ്പോൺ വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ മീഡിയം 2. അപ്പം n21 മീൻസ്, ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു n2112 പറഞ്ഞിട്ടുണ്ട്. n21 മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്റ്റ് ഓഫ് എ ഫസ്റ്റ് മീഡിയം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്റ്റ് ഇൻ എ ഫസ്റ്റ് മീഡിയം എന്നാണ് n21 v1 അപ്പോൺ v2. n12 means refractive index of a first medium with respect to second medium. n12 is equal to v2 upon v1. n21 എന്ന് പറയുന്നത് v1 upon v2 ആണ്. എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് എ മീഡിയം 1 upon വെലോസിറ്റി ഓഫ് എ മീഡിയം 2. ഇനി n12 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എ മീഡിയം 2 upon വെലോസിറ്റി ഓഫ് എ മീഡിയം
1 എന്നാണ്. ഇനി അപ്പോൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു തരാം. എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ഓഫ് എ വാക്വം ഓർ എയർ. വാക്വത്തിലോ എയറിലോ ഉള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ആണ് എന്ത്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം n ഈസ് ഈക്വൽ ടു സി അപ്പോൺ വി ആണ്. അപ്പോൾ ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് റൈസ് ടു പവർ -1 എന്നാണ് നമ്മുടെ എന്ത്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ സിയുടെ വാല്യൂ. അപ്പോൾ സിയുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലായല്ലോ. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് റൈസ് ടു -1 എന്നാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ വൺ മീഡിയം ഈസ് റെസിപ്രോക്കൽ ഓഫ് അതേഴ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ എ ഗിവൺ പെയർ എന്നാണ്. എന്ന് വെച്ചാൽ n12 എന്ന് വെച്ചാൽ 1/n21 എന്നാണ്. ഇനി ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം 1 എന്ന് പറയുന്നത് എയറിലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം എന്തായിരിക്കും? n എയറിലാവുമ്പം എന്ത് വരും? ഇൻഡെക്സ് ഓഫ് മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അപ്പോൾ അതിന് എന്ത് വരും? 2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 നമ്പർ ഓഫ് എയർ അപ്പോൺ 2 നമ്പർ ഓഫ് എയർ ഈസ് ഈക്വൽ ടു 1n² എന്നായിരിക്കും. അതിനെ ഇതിനകത്ത് ഇവിടെ എവിടെയോ ഉണ്ടത്, നിങ്ങൾക്ക് പിന്നെ വായിക്കുമ്പോൾ അത് കിട്ടുമേ. അപ്പം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കാൽക്കുലേഷനാണത്. n2 ഈസ് ഈക്വൽ ടു മീഡിയം 2 എന്ന് പറയുന്നത് എന്താണ്? 1 നമ്പർ n മുകളിൽ എയർ അപ്പോൾ 2n എയർ ഈസ് ഈക്വൽ ടു 1n² എന്നാണ്. ഇനിയിപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് ദ ഹയസ്റ്റ് ടിൽ ഡേറ്റ്. അപ്പോൾ എന്താണ്? ഏറ്റവും വലിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് ഡയമണ്ടിനാണ്. ഇറ്റ് ഈസ് എ 2.42. ഇറ്റ് മീൻസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് 1/2.42 ടൈംസ് ലെസ്സിനെ ഡയമണ്ട് തന്നെ വാക്വത്തിനെക്കാട്ടിലും 1/2.42 ലെസ് ആണ് ആരുടെ സ്പീഡ്? ലൈറ്റിൻ്റെ സ്പീഡ് ഡയമണ്ടിൽ. ഇനിയിപ്പോൾ ലെൻസ് ഫോർമുല ഉണ്ട്. ലെൻസ് ഫോർമുല എന്താണ്? 1/u മൈനസ് 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f എന്നാണ്. അപ്പോൾ യു എന്ന് പറയുന്നത് ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ആണ്. യു എന്ന് പറയുന്നത് ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ്. വി എന്ന് പറയുന്നത് ഇമേജിൻ്റെ ഡിസ്റ്റൻസും യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും ചെയ്യുമ്പം 1/ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടും. ഇനി ലാസ്റ്റാണ് മാഗ്നിഫിക്കേഷൻ. നമുക്ക് മാഗ്നിഫിക്കേഷനൂടെ പഠിക്കാം. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് m ഈസ് ഈക്വൽ ടു h1 അപ്പോൺ ho ഈസ് ഈക്വൽ ടു u/v എന്ന്. h1 എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് എ ഇമേജും ഹൈറ്റ് ഓഫ് എ ഒബ്ജക്റ്റും ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? ഡിസ്റ്റൻസും ഇമേജിൻ്റെ ഡിസ്റ്റൻസും ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും ആവുമെന്നാണ് പറയുന്നത്. അപ്പം മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു hi/ho ഈസ് ഈക്വൽ ടു v/u എന്നാണ്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് എന്താണ് പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് ലെൻസ് എന്താണെന്ന് പറയാം. അപ്പം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് എ ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ. മീറ്ററിൽ ഫോക്കൽ ലെങ്തിനെ റെസിപ്രോക്കൽ ചെയ്യുന്നതാണ് പവർ ഓഫ് ലെൻസ്. ദ ഡിഗ്രി ഓഫ് എ convergence of a or divergence of a light rays expressed in a terms of power is equal to 1/focal length in meter. പവറിനെ 1/focal ലെങ്തിലാണ് കണക്കാക്കുന്നത്. ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു 1/f. അപ്പോൾ എസ് എ യൂണിറ്റ് ഓഫ് എ പവർ എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. എസ് എ യൂണിറ്റ് ഓഫ് പവർ ഡയോപ്റ്റർ ആണ്. ഈസ് ഈക്വൽ ടു ഡി. ഡയോപ്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി ആണ്. അപ്പോൾ 1D എന്ന് പറയുന്നത് 1 മീറ്റർ റൈസ് ടു പവർ -1 എന്നാണ്. ഡിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 മീറ്റർ റൈസ് ടു പവർ -1. മുകളിൽ എമ്മിൻ്റെ മുകളിൽ -1 പവർ കൊടുക്കണം. ഇനി 1 ഡയോപ്റ്റർ ഈസ് ദ പവർ ഓഫ് ലെൻസ് ഹൂസ് ഫോക്കൽ ലെങ്ത് ഈസ് 1 മീറ്റർ. അപ്പം 1 ഡയോപ്റ്റർ ഉള്ള ലെൻസിൻ്റെ പവർ എപ്പോഴും ഫോക്കൽ ലെങ്ത് 1 മീറ്റർ ആയിരിക്കും. റൂൾ ഓഫ് മേക്കിംഗ് റേസ് ഡയഗ്രാം ബൈ ലെൻസ് ആണ് അടുത്തത്. എൻ്റെ സ്പീഡ് ഇത്തിരി കൂടുന്നുണ്ടോ? സോറി കേട്ടോ. ഇനി നമുക്ക്
റൂൾ ഓഫ് മേക്കിംഗ് റേ ഡയഗ്രാം ബൈ ലെൻസ് പഠിക്കാം. അപ്പം ഇതിനകത്ത് ഇതാണ്. അപ്പം ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എ റേ ഓഫ് ലൈറ്റ് ഫ്രം ദ ഒബ്ജക്റ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് പാസസ് ത്രൂ ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. അപ്പോൾ ഈ രണ്ട് ഇത് കണ്ടോ, അപ്പം ഓബ്ജക്റ്റ് വഴി പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ പാരലായിട്ട് F1ഉം F2ൻ്റെ ആ പിക്ചർ കണ്ടോ നിങ്ങൾ. ഇത് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു എന്ന് വെച്ച് നോർമലി മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കുറേ പ്രാവശ്യം നന്നായിട്ട് ആ പിക്ചറിനെ ഒബ്സർവ് ചെയ്ത് വായിക്കണം. അതിൻ്റെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എ റേ ഓഫ് ലൈറ്റ് ഫ്രം ദ ഒബ്ജക്റ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് പാസസ് ത്രൂ ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം റേ ഓഫ് ലൈറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എവിടെയായിരിക്കും, പ്രിൻസിപ്പൽ ആക്സിസിനകത്തൂടെ പാസ് ചെയ്ത് ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്നാണ് ഫസ്റ്റ് പറയുന്നത്. എന്ന് വെച്ചാൽ ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും, പ്രിൻസിപ്പൽ ആക്സിസിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത് എന്ന്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ റേ ഓഫ് ലൈറ്റ് പാസസ് ത്രൂ എ പ്രിൻസിപ്പൽ ഫോക്കസ്. ആദ്യത്തെ പാരലായിരുന്നു, പ്രിൻസിപ്പൽ ഫോക്കസ് ബിക്കം പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. ആഫ്റ്റർ റിഫ്രാക്ഷന് ശേഷം റേ ഓഫ് ലൈറ്റ് എങ്ങനെയായിരുന്നു, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാരലൽ ചെയ്യുമ്പം അതും ബിക്കം പാരലൽ തന്നെ ആയിരിക്കും എന്നാണ് രണ്ടാമത്തെ പറയുന്നത്. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ എ റേ ഓഫ് ലൈറ്റ് പാസിങ് ത്രൂ ദ ഓപ്റ്റിക്കൽ സെൻറ്റർ. ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോകുമ്പം അൺഡ്യൂയേറ്റഡ് ഈവൻ ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും, അതിനൊരു ഈ കോൺകേവ് മിററിൻ്റെ ഇത് ഒരു കോൺകേവ്. അപ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ ഒരു 0 പോയിൻറ്റിലൂടെ ഒരു ആരോ പോലെ F1 F2 അപ്പുറത്ത് F1ലൂടെ ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൺഡ്യൂയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എങ്ങനെ, ഗോയിങ് ഡയറക്റ്റ്ലി എഹെഡ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ വിത്തൗട്ട് ടേണിങ് സൈഡ് എന്ന് വെച്ചാൽ ചരിയാതെ. അൺഡ്യൂയേറ്റഡ് എന്ന് ഒറ്റ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗോയിങ് ഡയറക്റ്റ്ലി എഹെഡ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ വിത്തൗട്ട് ടേണിങ് എസൈഡ് എന്നാണ് അതിൻ്റെ മീനിങ് സയൻസിൽ. അപ്പോൾ എന്താ, എ റേ ഓഫ് ലൈറ്റ് പാസിങ് ത്രൂ ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ട്രാവൽ വിത്തൗട്ട് ബെൻഡിങ് ഈവൻ ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ പോർഷനും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈസ്, ഇമേജ് ഫോംഡ് ഒക്കെ ചെയ്യുന്ന കോൺവെക്സ് ആൻഡ് കോൺകേവ് മിററിൻ്റെ നിങ്ങൾ അത് ചെയ്യണം, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇമേജ് ഫോം ചെയ്യുന്നതും ഇമേജിൻ്റെ സൈസും എല്ലാം, നേച്ചർ ഓഫ് ദ ഇമേജും റിലേറ്റീവ് സൈസും പൊസിഷനും ഒബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെയും പൊസിഷനും ഒക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മാമിൻ്റെ ചാനലിനെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാപ്റ്ററിലുള്ള എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ടൈപ്സിൻ്റെ മുഴുവൻ ഒബ്ജക്റ്റീവ് ടൈപ്പുകൾ വെച്ചുകൊണ്ടും വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. അപ്പം ഇന്നത്തെ നിർത്താം. അപ്പം ബൈ, സീ യു അഗെയിൻ. ഓക്കെ.